ഹായ്, സുജിത് ഭക്തനും മാഹിനും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മാഹിനെ ഒരു രാജ്യദ്രോഹിയും സുജിത് ഭക്തനെ ഒരു രാജ്യസ്നേഹിയുമാക്കിയൊക്കെ ആളുകൾ ചിത്രീകരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പം സുജിത് ഭക്തൻ ഭയങ്കര ഹീറോ ഒക്കെ ആയിട്ട് വന്നിരുന്നുണ്ട്. മാഹിനെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാഹിൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, മാഹിൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, മാഹിന് നിന്ന് മുള്ളാൻ പാടില്ല, നടന്നു മുള്ളാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, പച്ച നിക്കറിടാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ സുജിത് ഭക്തന്റെ കണ്ടുപിടുത്തങ്ങൾ. സത്യത്തിൽ സുജിത് ഭക്തൻ പറഞ്ഞാൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് അവന്റെ തന്നെ വീഡിയോ കേട്ടാൽ തന്നെ മനസ്സിലാകും. അവൻ തന്നെ പറയുന്നുണ്ട് അവന് പലയിടങ്ങളിൽ നിന്ന് ഡീഗ്രേഡ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ പറ്റി സുജിത് ഭക്തൻ തന്നെ അവന്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറച്ച് ഹോണർ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ മാഹിനെ ഡീഗ്രേഡ് ചെയ്തതിന്റെ പേരിൽ കുറച്ച് സംഖ്യകൾ വന്ന് അങ്ങ് നിറയുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ സബ്ജക്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ശരി, ആയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. മാഹിൻ ഒരു തീവ്രവാദിയാണല്ലോ. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസിയായ അവൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് റേഷ്യോ ഉണ്ടല്ലോ, നമ്മളിപ്പം ഇത്ര രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ പാസ്പോർട്ടിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഇത്ര രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് ഒരു വലിയ മിടുക്കാണോ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് നല്ലതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. മൊത്തത്തിൽ ഇന്ത്യയെക്കുറിച്ച് മറ്റ് രാജ്യങ്ങളിൽ നല്ല പേരാണ്. 2014 പിന്നെ പച്ച ലൈറ്റ് കത്തുന്ന ഷൂ ഇട്ടുകൊണ്ട് ഒരു പ്രാന്തൻ പോയി മനുഷ്യനെ അങ്ങ് പൊക്കി ആകാശത്തോളം വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ അപരവൽക്കരണം ഏർപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ മ്ലേച്ഛമായി നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ്. ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് വേണ്ടി 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വയ്ക്കാം. ഇത് ഷാരൂഖ് ഖാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഷാരൂഖ് ഖാൻ ഏർപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ്. അത് ആ ലേഡി തന്നെ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. Well, in other news now, Bollywood actor Shah Rukh Khan, who went to the US to visit Yale University where he was being honored, was apparently detained for over 2 hours at a New York airport. Once again, this is apparently the 4th time he's been detained. Now, according to reports, while everyone else was cleared by immigration, Khan was made to wait, and Yale University officials had to intervene. The dean actually had to call the Homeland Security to get Khan released. Khan, who has been named a Chubb Fellow, was accompanied by Neeta Ambani, and they were understood to have arrived in a private plane at the New York's White Plain Airport. While Neeta Ambani was, and the other people were allowed to pass, Shah Rukh was detained. Ambani's daughter is a student of Yale University. Later, when he finally did make it to the university, he joked about it. It was a long flight. Thank you, Neeta, for getting me here. Thank you, Isha, for having me over here. And we were detained at the airport, as always, for an hour and a half, which was nice. Yeah, it always happens. It's nice. You know, whenever I start feeling too arrogant about myself, I always take a trip to America. Yeah, the immigration guys kick the star out of stardom. വളരെ സ്വാരസ്യമായിട്ട് ഷാരൂഖ് ഖാൻ അത് പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ എത്രത്തോളം നീറ്റിലുണ്ടായിരിക്കും. താൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്, പക്ഷെ ഇസ്ലാമായ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ഓർത്തോണം, അയാൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദു മത വിശ്വാസിയാണ്. ഇവിടെ അയാൾ മതം മാറ്റി ഗൗരി ഖാനെ വല്ല പിന്നെ ഐഷയെന്നോ മറിയം ബീവി എന്നോ ഒന്നും മാറ്റിയിട്ടില്ല. ഗൗരി ഖാൻ സ്റ്റിൽ ഗൗരി ഖാൻ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും പുള്ളിക്ക് നേരിട്ട ബുദ്ധിമുട്ടാണ് പുള്ളി അവിടെ പറയുന്നത്. പോട്ടെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ഏർപ്പെട്ട ബുദ്ധിമുട്ട് എന്തായിരുന്നു? എയർപോർട്ടിൽ അദ്ദേഹത്തിനും ഇതുപോലൊരു മ്ലേച്ഛ സംഭവം പറയാനുണ്ടായിരുന്നു. അതിനെ ചൊല്ലി അവിടുന്ന് വലിയ രീതിയിൽ മാപ്പപേക്ഷ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല, ആദ്യത്തെ വ്യക്തിയുമല്ല. മാഹിൻ ആദ്യത്തെ വ്യക്തിയല്ല ഈ പാസ്പോർട്ടിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് തുറന്നു പറയാൻ ആർജവം കാണിച്ചത് മാഹിന്റെ വലിയ കാര്യമാണ്. മാഹിൻ അത് പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം, എന്നാലും ഞാനിത് പറയും. ട്രാവലർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടു കേട്ടോ. എന്റെ കയ്യില് ഈ പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. ഞാൻ യുക്രൈനിൽ പോകാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന മോനയിൽ അതിതായിട്ടുള്ള വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം 2 മാസങ്ങൾക്ക് മുന്നെയാണ് യുക്രൈനിൽ ഈ വിസ അനൗൺസ് ചെയ്തത്. ഇന്ത്യക്കാർക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. പക്ഷെ എന്തോ പെട്ടെന്ന് വെബ്സൈറ്റ് ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഒരു റിപ്ലൈ ഇല്ല, മെയിലുകൾക്ക് ഒരു മറുപടിയില്ല. അവസാനം ഞാൻ യൂറോപ്പിലെ ഓസ്ട്രേലിയയിലെ വിയന്നയിലെ അവരുടെ യുക്രൈനിയൻ എംബസിയിലോട്ട് വന്നു. അവരും എന്നെ കൈവഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ യൂറോപ്പിൽ ഫ്ലൈ ചെയ്ത് വന്നതിന്റെ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു. ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് യുക്രൈനിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലെ സ്ഥിതി ഇതൊക്കെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ പല ഇതിൽ കാണും, ഇന്ത്യക്കാർക്ക് 40 രാജ്യത്ത് പോവാം, 50 രാജ്യത്ത് പോവാം, 60 രാജ്യത്ത് പോവാം. അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന്. പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ്. ഞാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ടും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ലോകത്ത് 195 രാജ്യം
രാജ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ദയനീയമാണ്. അപ്പൊ മാഹിന് പറയാനുള്ളത് അത് തന്നെയാണ്. അത് തന്നെ അവൻ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ ബേസ് ചെയ്തിട്ട് അവൻ പറയുന്നത്, ട്രാവൽ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ട്രാവൽ ചെയ്യുമെന്നോ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ട്രബിൾ എന്താണെന്നോ പറയാതിരുന്നു കഴിഞ്ഞാൽ ട്രാവൽ വ്ലോഗ് കാണുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അതാണ്. ഒരാള് വിഷ്വലൈസ് ചെയ്ത് നമുക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ നമ്മൾ കണ്ടതുപോലെ ആകില്ല. അവർ കണ്ട ഭാഗങ്ങൾ നമുക്ക് കാട്ടിത്തരുമ്പോൾ നമുക്ക് അവിടെ പോകാനും കാണാനുമുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഒരുപാടൊന്നും കാശില്ലാത്തവനിക്ക് അത് കണ്ടുകൊണ്ട് സംതൃപ്തി അടയേണ്ടി വരും. നേരിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ പോകുമ്പോൾ കിട്ടുന്ന പ്രിവിലേജുകൾ, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള വിവരണമാണ് ഈ പറയുന്ന ട്രാവൽ വ്ലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൊടൈക്കനാലൊക്കെ നമുക്ക് അടുത്താണ്, പക്ഷെ കൊടൈക്കനാലിനെ പറ്റി ഒരു 3-4 വീഡിയോ അടുപ്പിച്ചു വന്നാലും ഞാൻ പോയിരുന്ന് കാണും. കാരണം ഞാൻ കാണാത്തത് എന്തെങ്കിലും അവർക്ക് അതിൽ കാണിക്കാനുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന തരാനുണ്ടോ എന്ന് നോക്കാനാണ്. ഇത് തന്നെയാണ് ട്രാവൽ വ്ലോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച മറ്റൊരു സന്തോഷ് കുളങ്ങരയെ പറ്റിയിട്ട് വളരെ എടുത്ത് പറയുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഏജ് ഉള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഭക്തൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഭക്തന്റെ കാര്യം കൂടെ കേട്ടാലേ നമുക്ക് ഇതിനൊരു പൂർണ്ണത വരുള്ളൂ. ഭക്തൻ പറയണേ കൂടെ കേൾക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് നൊമാഡ് മാഹിനിട്ട് ഒരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ മാഹിനിട്ട സ്റ്റോറി എന്ന് പറയുന്നത്, ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ, മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ആയിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞു. സന്തോഷ് ജോർജ് കുളങ്ങര സാർ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം എന്താ യാത്ര ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞേക്കാം. അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, നമുക്കറിയാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന് അറിയുള്ളൂ. ഇനി വേറൊരു കാര്യം, അദ്ദേഹം അത്യാവശ്യം ലുക്ക് വൈസ് ആണെങ്കിൽ പോലും പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രായം വെച്ചിട്ട് ഒരിക്കലും ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ചാടാനോ ഒന്നും അദ്ദേഹത്തിന്റെ ലുക്ക് വൈസ് തോന്നാൻ സാധ്യതയില്ല ഒരിക്കലും ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്ക്. നേരെ മറിച്ച് ഞാനാണെങ്കിലോ അല്ലെങ്കിൽ മാഹിനാണെങ്കിലോ, മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്, എന്നെ കണ്ടാൽ പിന്നെ പ്രായം തോന്നി. മാഹിനൊക്കെ വളരെ ചെറുപ്പമാണ്. മാഹിനൊക്കെ ഒരു രാജ്യത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ ഇവൻ എന്തിനാണ് ഇവിടെ വന്നത്, അനധികൃതമായിട്ട് ജോലിക്ക് വന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാധ്യതയാവാമെന്നാണെന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിനാണ് അവിടെ വന്നത്, ആ വ്യക്തി തിരിച്ചു പോകുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ആ വ്യക്തി നമ്മുടെ രാജ്യത്തിന് ത്രട്ടാകുമോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ്. നേരായ മാർഗത്തിൽ വരുന്നത്, തെറ്റായ മാർഗത്തിൽ വരുന്നവരല്ല, നേരായ മാർഗത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ആ വന്ന ആള് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ത്രട്ടായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെ സ്വന്തമായിട്ടൊരു സെൽഫായിട്ടൊരു ഇതുണ്ട്. ഞാൻ ഭയങ്കര ചെറുപ്പക്കാരനാണ്, ബാക്കിയുള്ളവരൊക്കെ മൃതപ്രായനാണ്. ഈ വയസ്സായതിനു ശേഷമൊന്നുമല്ല സന്തോഷ് കുളങ്ങര യാത്രയ്ക്ക് പോയത്. അദ്ദേഹത്തിനെ കണ്ടാൽ അങ്ങനെ തോന്നുകയുമില്ല. അതൊക്കെ വല്ലാത്ത വൾഗറിസം പറച്ചിലാണ്, ഒന്നുമല്ല. എങ്ങനെയെങ്കിലും 4-5 പേരെ ചുറ്റിപ്പിടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നു, ഞാൻ ഭയങ്കര മഹത്വമായിട്ട് കൊണ്ട് നടക്കണു എന്ന് പറഞ്ഞ ഇങ്ങേര് തന്നെ ആ ഒരു സ്പെസിഫിക് പോയിന്റിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പാസ്പോർട്ടിനെ ഇൻസൾട്ട് ചെയ്യുകയോ നാഷണാലിറ്റിയെ അപമാനിക്കുകയോ അല്ല പുള്ളി ചെയ്തത്. പുള്ളിക്ക് ഉണ്ടായ ഒരു അഭിപ്രായത്തെയാണ് പുള്ളി അവിടെ പറഞ്ഞിട്ടുള്ളത്. മാഹിൻ അത് പറയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അപ്പോൾ ആ അധികാരത്തിന്റെ ബേസ് ചെയ്ത് മാഹിൻ അത് പറഞ്ഞിട്ടുള്ള അതിൽ എന്താ തെറ്റിരിക്കുന്നേ? അത് കേട്ട ഉടനെ തന്നെ ഒരു രാജ്യദ്രോഹി പറഞ്ഞതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാനും അയാളെ രാജ്യദ്രോഹിയാക്കാനും സുജിത് ഭക്തന്റെ കമന്റ് ബോക്സ് നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ കമന്റ്സ് ഒന്നും ഇവിടെ കൊണ്ടുവയ്ക്കുന്നില്ല. ആ കമന്റ്സ് ഒക്കെ കണ്ട് വായ്ത്താളം അടിക്കുന്ന വേറൊരു വാനരന്റെ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലയോ വാനര കുട്ട, നീ കാണുന്ന ഒരു ആംഗിളിൽ ലോകത്തൊരാൾക്കേ കാണാൻ പറ്റൂ, അത് നീ തന്നെയാണ്. വേറെ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തികളാണെങ്കിൽ ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരുപാട് രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഒന്നും പറയാനില്ല. എനിക്ക് പ്രിവിലേജ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പാസ്പോർട്ട് ഹോൾഡർ എന്നുള്ള രീതിയിൽ ഞാൻ വിദേശത്ത് 22 വർഷത്തെ പ്രവാസത്തിൽ പോലും എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നിയിട്ടുള്ളത്. ഞാനൊരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണലാണ് എന്നുള്ളത്. ദുബായി ഒക്കെ അത്രയും അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഇന്ത്യൻസ്. പ്രത്യേകിച്ച് UAE ഇന്ത്യക്കാരെ ഒരു കാരണവശാലും തള്ളിപ്പറയുകയോ നീക്കി നിർത്തുകയോ ചെയ്യില്ല. കാരണം അവർക്ക് പുരോഗമനം എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇന്ത്യക്കാരാണ്. ഇനി മറ്റുള്ള രാജ്യക്കാരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ മകൻ പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. കാരണം അവൻ്റെ പേരിൽ മുഹമ്മദ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യേ 1 മണിക്കൂർ ഇന്ത്യയിലെ എമിഗ്രേഷൻ പിടിച്ചു വെക്കുന്ന ഒരു സീനാരിയോ ഉണ്ടായിട്ടുണ്ട്. വിദേശത്തൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറായ എൻ്റെ മകന് മുഹമ്മദ് എന്നൊരു പേരുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിർത്തപ്പെടുന്ന ഒരു വല്ലാത്ത സംഗതി ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരിലാവും വന്നിട്ട് എൻ്റെ പേരിൽ നിന്ന് ഇതൊന്ന് മാറ്റി തരൂ ഉമ്മ എന്ന് ചോദിക്കുന്ന ഒരു സീനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യക്തമല്ലേ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന്? വ്യക്തമല്ലേ? അത് മാഹിൻ തുറന്നു പറയാതെ എങ്ങോട്ട് പറഞ്ഞു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ മുസ്ലിംസിന് എഗൻസ്റ്റ് ആയിട്ട് അങ്ങ് നിൽക്കണം. മുസ്ലിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല, അവർ പ്രശ്നമാണ്, അവർ ജിഹാദികളാണ്, തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ പല ക്യാമ്പയിന് നടക്കുന്നുണ്ട്, പല രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. എന്തിനധികം ബിൻ ലാദൻ പോലും അമേരിക്കയുടെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഒരു വിഭാഗം ജനതയെ മതബോധത്തിന്റെ പേരിൽ അവർ ഈ രീതിയിലാണെന്ന് പറയുകയും അവരുടെ മതത്തിനോടുള്ള ആ അഭിനിവേശം കൂട്ടിക്കൊടുക്കുകയും അതിൽ കൂടെ അവരെ തീവ്രവാദികളായി മുദ്ര കുത്തുകയും അടിച്ചമർത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് വടി കൊണ്ട് കൊടുക്കുകയാണ് മാഹീൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ധൈര്യസമേതം അത് പറയാൻ കഴിവുണ്ട് എന്നുള്ളിടത്ത് അവൻ ഇസ്ലാമാണെന്ന് തെളിയിക്കുന്നു. ഇസ്ലാമിനെ ബാക്കിയുള്ളവർ ഭയക്കുന്നത് ഇതാണ്. അനീതി കണ്ടാൽ, അക്രമം കണ്ടാൽ മുഖം നോക്കാതെ കൃത്യമായി പറയാനുള്ള ധൈര്യവും ആർജവും അവർക്കുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? അവർ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ജീവിതമല്ല, ദൈവത്തിന്റെ മുന്നിലാണ് അവർ ഭയപ്പെടുന്നത്. ദൈവത്തിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുന്ന ഒരു വിഭാഗം ജനതയാണ് അവർ. ഭയപ്പെടില്ല, ധൈര്യസമേതം പറയും, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുകയുമുള്ളൂ. അത് തന്നെയാണ് മാഹീൻ ചെയ്തത്. അതിന്റെ പേരിൽ അവനെ രാജ്യദ്രോഹിയാക്കിയ ഒരു വാഴയുമില്ല. അവൻ പറഞ്ഞതാണ് കൃത്യം. ഈ അനുഭവം ഷാരൂഖ് ഖാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ അനുഭവം APJ അബ്ദുൽ കലാമിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഉണ്ടാകത്തില്ലടാ കണാപ്പന്മാരെ. എന്തൊരു കണാപ്പത്തരമാണോ എന്തോ. ഇതിങ്ങനെയാണോ അങ്ങനെയാണോ? ഹാളോ ഗൈസ്, ഇങ്ങനെയല്ലടാ. ശരിക്കും വിവരണത്തോടു കൂടി കണ്ട് മനസ്സിലാക്ക്. നീ നിൽക്കുന്ന പ്രതലം ഏതാണെന്ന് നീ ശരിക്കും ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഇത്രയും ദിവസമായി മീഡിയയിൽ നിൽക്കുന്ന നിനക്കറിയത്തില്ലേ ഇങ്ങനെ കുറെ മാറ്റേഴ്സ് ഇതിനകത്തുണ്ടെന്ന്? അതും കൂടി ഇത് ചിന്തിക്കണ്ടേ? ചിന്തയില്ലാത്ത ചിന്താധാരയുടെ സംഘിച്ചോറ് കൊണ്ട് മാത്രം, സംഘിത്തലച്ചോറ് കൊണ്ട് മാത്രം ചിന്തിക്കുന്ന സംഘി. സുജിത് ഭക്തൻ എന്ന് പറയുന്നത് നല്ല നല്ല പത്തരമാറ്റ് സംഘിയാണ്. അവന്റെ സംഘിസം അതിന്റെ എക്സ്ട്രീം ലെവലിലാണ്. സ്വന്തമായിട്ട് കേപ്പബിലിറ്റി വിശ്വാസമില്ലാത്തവരാണ് മറ്റൊരാളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുന്നത്. മാഹീൻ നല്ല ഒരു വ്ളോഗറാണ്. കൃത്യമായി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേപോലെ വേറൊരു പയ്യനും ഉണ്ട്. അവന് ഹിമാലയത്തിൽ കിടന്ന് കറങ്ങാണ്. അവന് വേറൊരു രാജ്യം അറിഞ്ഞൂടെ, ആ ഹിമാലയത്തിൽ കിടന്ന് കറങ്ങാണ്. പക്ഷെ അതും നല്ലൊരു വ്ളോഗറാണ്. ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് അമ്പലത്തിൽ പോയി ഈ രാമേട്ടൻ അപ്പിയിട്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന പ്രത്യേകതരം ഭക്തന്മാരെ നമ്മൾ നീക്കി നിർത്തുകയും ചെയ്യും. അതിനെ കുത്തിക്കഴപ്പും കുശുമ്പും അസൂയം കൊണ്ട് ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. പക്കു കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ ആ എഫർട്ടിന് മറുപടി ഉണ്ടാകും. അന്നം തിന്നാൻ വേറെന്തെല്ലാം വഴികളുണ്ടനിയാ, അതെങ്ങാനും ചെയ്താൽ പോരെ. അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി എല്ലാവരും വ്ളോഗേഴ്സാ. നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുന്നില്ല. പകരം ഈ ഒരു സംഗതിയിൽ കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. അപ്പോ അതിൽ നിലനിൽക്കുന്ന എല്ലാവരെയും തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് കയറാമെന്ന്. നീ ഇപ്പം പിടിച്ചിരിക്കുന്ന ആ റൂട്ടുണ്ടല്ലോ, അത് നിന്നെ ദോഷത്തിലേക്ക് കൊണ്ട് നിർത്തുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. മാഹീൻ ഒരു അലർട്ടാണ് തരുന്നത്. ഈ ഒരു സംഗതി ഇതിനേക്കാൾ വാല്യബിൾ ആണ്, സൂക്ഷിക്കൂ, നമ്മൾ മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം. മുൻപ് ഇന്ദിരാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ രാജീവ് ഗാന്ധിയോ ഒക്കെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്കാരെ തൊടാൻ ഭയമാണ്. ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഡിസാസ്റ്റർ നടന്നിട്ട് ഇന്ത്യയിലുള്ള ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന 140 കോടിയും ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. അവിടെ മരിച്ചത് ആരാണ്? അവിടെ എന്താണ് കുഴപ്പത്തിൽ കിടക്കണ? മുസ്ലിമാണ്. അവിടെ കിടക്കട്ടെ ബില്ലി. ആ ഒരു ടൈമാണ്. ഈ റീസെന്റ് ഒരു പയ്യനെ, നമ്മുടെ കേരളത്തിലുള്ള ഒരു പയ്യനെ പിന്നെ ബോട്ടിന്റെ ഇഷ്യൂവിൽ പിടിച്ചിട്ടിരുന്നു. എത്രയോ കാലം അതിനകത്ത് കിടന്നു, അനങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊരു രാജ്യത്തെ പൗരൻ ഇവിടെ വന്ന് പെട്ടുപോയാൽ അവർ കാണിക്കുന്ന ഉത്സാഹം കണ്ടു നോക്കുക. ഇവിടെ നമ്മുടെ പൗരനെ വെടിവെച്ച് കൊന്ന ഇറ്റലിക്കാരെ എങ്ങനെ കൊണ്ടുപോയെന്ന് കണ്ടോ? എന്ത് സ്പീഡായിരുന്നു. ഓരോ രാജ്യത്തെയും പൗരന്മാർ മറ്റൊരിടത്ത് പെടുമ്പോൾ അവരെ അവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ കാണിക്കുന്ന ഉത്സാഹം, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യസ്നേഹം എന്ന് പറയുക. ആ രാജ്യസ്നേഹം ഈ സംഘി ഗവൺമെന്റിന് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ആ സംഘി ഗവൺമെന്റിനെ പറയുന്നതിന് പകരം അത് പുറത്തു പറഞ്ഞ ധൈര്യശാലിയായ മാഹീനെ പറയുന്നത് ഉള്ളിൽ ആ സംഘിസമുള്ളത് കൊണ്ടല്ലേ. പിക്ചർ ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു കാര്യം കൂടെ ചേർത്തുകൊണ്ട് പറയട്ടെ, ചങ്കികൾക്ക് ഇമ്മാതിരി കൊട്ടു കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാനത് കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് കണ്ടപ്പോൾ സംഘിയാണെന്ന് തോന്നിയാൽ പൂർണ്ണ ബോധ്യമാകുന്നിടം വരെ ഞാൻ പറയുകയുണ്ടാകും. സംഘിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കിക്ക് ഔട്ട് ചെയ്യും. ഇനി അല്ല, എനിക്ക് പിഴവ് പറ്റി എന്ന് തോന്നിയാൽ ഞാൻ പിഴവ് തിരുത്തുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.